ഇന്നിവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മൂന്നാമത്തെ സംരംഭം LC കാഞ്ഞിരപ്പള്ളി. ആശയം സരിൽ പിള്ളை, സംഗീതം രാജേഷ് തരൂർ ആൻഡ് അരുൺ പിള്ളை, കലാസംവിധാനം ശ്രീധരൻ ശ്രീജിത്ത്, ചമയം അരുൺ പിള്ളை ആൻഡ് അനുപമാനി, രചന പ്രിയ പിള്ളை, സംവിധാനം അനിൽ നായർ. നിങ്ങളുടെ അനുഗ്രഹാശംസകളോടെ ഞങ്ങൾ ആരംഭിക്കുന്നു LC കാഞ്ഞിരപ്പള്ളി ടീം. ഇതാണ് കാഞ്ഞിരപ്പള്ളി കവലയ്ക്ക് സമീപമുള്ള LC പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥൻ തോമാച്ചൻ, ഭാര്യ LC, മകൻ ജോസൂട്ടി, ഭാര്യ അന്നമ്മ എന്നിവരുടെ വാസസ്ഥലം. 2011 മാർച്ച് 17 സന്ധ്യ കഴിഞ്ഞു. എന്തായാലും ഇത്ര വന്നല്ലേ, ആ വരാന്തയുടെ അപ്പുറത്ത് ഒരു കൊച്ചു കുറിയുണ്ട്. ഇന്ന് രാത്രി വേണമെങ്കിൽ അവിടെ കൂടി നാളെ രാവിലെ എഴുന്നേറ്റ് സ്ഥലം വിട്ടോണം. ആ എന്നാ ശരി. ഓ ഇനി ഇവരൊക്കെ നമ്മെ എന്നാ ചെയ്യാനാണ്? പത്രം ഒന്ന് നോക്കട്ടെ. അതെന്നാണ് ആരാടി നിന്റെ ഉറക്കം കെടുത്തിയത്? ഒന്ന് നിർത്ത. നീ പോയി ആ ഡ്രോയറിലിരിക്കുന്ന ലോട്ടറി എടുത്തോണ്ടോ? ആ ഡ്രോയറിലിരിക്കുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്തോണ്ട് വരാൻ ഇന്നലെ നറുക്കെടുത്തായിരുന്നു. ഓ എന്നെ കൊച്ചു പെണ്ണുമ്പിള്ളേ മോളിപ്പിക്കാതെ. അത് നിന്നെ കെട്ടിയപ്പോഴേ എനിക്കറിയാവടി. ഇനി പോയി ലോട്ടറി എടുത്തോണ്ട് വരാൻ. പോയെടുത്തോണ്ട് പാടി.
ലോട്ടറി അടിച്ച ഭർത്താവിനെ കാശിനായി ഭാര്യ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഭർത്താവെ ഇവിടെ ഞാൻ എന്റെ ചീട്ട് കീറുവോ? ആ ഇത് തന്നെ നമ്പർ ഒന്ന് വായിച്ചു. ഓ ആ നമ്പര് വായടി. ഓ ബിസ്കിന്റെ ഡംപ്ലിയു. വായി വായി വായി. ഏഴ് അത് കിട്ടുമോ? എന്റെ അമ്മൻ ആധാരപ്പെടും. 50 ലക്ഷം അടിച്ചതല്ലേ ഉള്ളൂ. ആദ്യം 50 ലക്ഷം വെച്ചിട്ട് എന്നാ ചെയ്യണമെന്ന് അറിയില്ല. 50 ലക്ഷം എനിക്കല്ലയോ അടിച്ചേ? ഞാനൊന്ന് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 5 സ്റ്റാർ ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്. പിന്നെ നല്ല ഐഡിയ അല്ലേ? ഈ വീടിന്റെ ആ വാതിലല്ലേ, അത് ഇച്ചിരി ഒന്ന് വീട് മുട്ടേണ്ടി വരും. അത്രേ ഉള്ളൂ. ഓ അമ്മച്ചക്ക് ഇനി കഴിക്കും വായിക്കും റെസ്റ്റ് കാണുമല്ലോ. ഇത് ഇച്ചിരിയുടെ കൂടും. അതെന്നെ രതി കിടക്കാം ഈ കാര്യത്തിലേ. അമ്മച്ചി അങ്ങനെയാണ് നമ്മുടെ സിനിമാ നടി ലളിതശ്രീ അവരുടെ മനസ്സ് എത്ര വലുതായിരിക്കണം. സൈലൻസ്. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു ഐഡിയ പറയാം. നമുക്കൊരു സിനിമ എടുത്താലോ? പിന്നെ നിനക്ക് എല്ലാവർക്കും നിർബന്ധമാണ് ഞാൻ തന്നെ ഒരു നായികയായി.
സൈലൻസ്. എന്റെ അമ്മച്ചൻ. അതിന് തീയിട്ടാലൊട്ട് കത്തത്തുമില്ല, വെള്ളത്തിലിട്ടാലൊട്ട് നനയത്തുമില്ല. എന്തൊരു നാട്ടം. ഓ എടി, ഒരു പോലീസുകാരൻ റിട്ടയർഡ് ആയാലും പോലീസ് തന്നെ. അതെ, ഈ അടിയന്തരാവസ്ഥകളിൽ ഒരു പോലീസുകാരൻ എപ്പോഴും ഒരു ആക്രമണം നേരിടാൻ തയ്യാറായിരിക്കണം. ഓ മതി. നമുക്ക് കിട്ടാൻ പോകുന്ന 50 ലക്ഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട്. എനിക്കറിയാം എന്റെ ടിക്കറ്റ് എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയാം. എടി പോയി കഞ്ഞിയെടുത്തു. എന്റെ കുഞ്ഞു ചേട്ടാ ക്ഷമിക്കണം. ഞങ്ങൾക്ക് 50 ലക്ഷം ലോട്ടറി അടിച്ചു. നമ്മുടെ അമ്മച്ചി പറയുവാണ് നമ്മളെ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാം, സിനിമ പിടിക്കണമെന്ന് ഇവള്. ഞാൻ അമ്മച്ചിനും കൂടെ തീരുമാനം ഞങ്ങളുടെ ഫോട്ടോ കൊണ്ടുവന്നാണ്. പിന്നെ സിനിമ മതി. പിന്നെ ഇവിടെ എല്ലായിടത്തും കേട്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഒരു കളത്തിൽ മേടിക്കും. അതെന്നാടി എല്ലാ പടവും റിലീസ് ആവുന്നത് തന്നെ നിങ്ങൾ കാണുന്നല്ലോ. ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് മാറ്റിനിക്ക് പോയില്ലോ. എന്തുവായിരുന്നു വീണ്ടും റിലീസായോ? എന്റെ അമ്മാച്ചനും നിൽക്കുന്നുണ്ടോ? ഞാനൊരു പരിഹാരം പറയട്ടെ. അതിന്റെ വിചാരമാണ് പറയുന്നല്ലോ കാര്യം ഉണ്ടല്ലോ. ശരി, അങ്ങനെ ചെയ്യാം. എന്താ ഞാൻ ഈ ഫോണിന്റെ കീഴിൽ വെച്ചേക്കാം. ആ എന്റെ 50 ലക്ഷം പ്രീമിയർ പറ്റി ഇനി അടി.
പോയി. എനിക്കാണെങ്കിൽ പോയിട്ട് തിരക്ക് കൊണ്ടല്ലോ. ആ ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നിട്ട് പോണേ. ചേട്ടാ ഒന്നി കണ്ടിട്ടില്ലല്ലോ. ആ ചേട്ടൻ ഇവിടെ അടുത്തുള്ളതല്ലേ? ഞാനേ ഒന്ന് പുറത്തോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. ഞാൻ ഇവിടെ അടുത്തുള്ളതൊന്നും അല്ല. ഞാൻ എന്റെ തിരുവനന്തപുരത്ത് ഒരു യാത്ര പോകുമായിരുന്നു ഇന്നലെ. അപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ കാറൻ കേടായി. അപ്പോ ഇവിടെ ഉള്ളവർ പറഞ്ഞു ഇന്നലെ രാത്രി ഇവിടെ തങ്ങിക്കളയാം. അങ്ങനെയൊക്കെ സമാധാനമായി. ഞാനത് പോകാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ഇവിടെ ഒട്ട് ആരെയും കാണാനില്ല. ഞാനും അവരെ കണ്ടിട്ട് കുറെ കാര്യം. ആണോ? ആ ഇന്നലെ ഇവിടെ ഭയങ്കര ബഹളമല്ലായിരുന്നോ? ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ. ആ അതല്ലേ രസം. ഇവിടെ ഭയങ്കര ഇവിടെ ഈ ചേട്ടനില്ലേ, പോലീസ് ചേട്ടനില്ലേ, പുള്ളിക്ക് ഇന്നലെ ഒരു ലോട്ടറി അടിച്ചു. അപ്പൊ അതായിരുന്നു സംഭവം. അതിനുശേഷം ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഈ കാശ് എന്ത് ചെയ്യും, കാശ് എന്ത് ചെയ്യും പറഞ്ഞു. ലോട്ടറി ഈ വീട്ടിലുള്ളവര് ആ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ നോക്കിയെടുക്കാം. കാണുന്നില്ലല്ലോ. നോക്കട്ടെ. എവിടെയാ വെച്ചത്? ഓക്കെ ഓക്കെ. അപ്പോൾ അതായിരുന്നു ശരിക്കുള്ള സംഭവം. എടോ, ഇത് 1987 ഒക്ടോബർ 10 നറുക്കെടുത്തതാണ് ഈ ടിക്കറ്റ്. വായിക്കാൻ അറിയുന്നില്ലേ? നോക്കട്ടെ. ശരിയാണല്ലോ. ഇത് 24 വർഷം മുമ്പുള്ള ടിക്കറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ ഇന്നലെ കേട്ടത് 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ ഒരു കള്ളൻ കയറിയിരുന്നു. അയാൾ ഈ വീട്ടിലെ എല്ലാരെയും കൊന്നു. മരിക്കുന്നതിന് മുമ്പ് ആ പോലീസുകാരൻ ആ കള്ളനെ വെടിവെച്ചു കൊന്നു. അയ്യോ, പക്ഷേ എന്റെ കയ്യിലിരിക്കുന്ന ഈ ലോട്ടറി ടിക്കറ്റാണ് ആ കൊടും ചതിക്ക് പിന്നിൽ എന്ന് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങളിലൂടെ ആ സത്യം ലോകത്തെ മുഴുവൻ വിളിച്ചറിയിക്കുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഈ വീട്ടിൽ ആരും അപ്പൊ ഞാൻ ഇന്നലെ കേട്ടതല്ല. ഇനി നമ്മളെ ഇതാണ് കാഞ്ഞിരപ്പള്ളി കപ്പയ്ക്ക് സമീപമുള്ള LC നിലയം. മരിച്ചുപോയ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ തോമാച്ചൻ, ഭാര്യ എൽസി, മകൻ ജോസുകുട്ടി, ഭാര്യ അന്നമ്മ എന്നിവരുടെ ആത്മാക്കൾ ഇന്നും കുടികൊള്ളുന്ന വാസസ്ഥലം. എന്റെ കാറ് കേടായി.
മെക്കാനിക്കിന് കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ക്ഷമിക്കണം, ഒരു ഫോൺ ഉണ്ടോ വിളിച്ചന്വേഷിക്കാൻ? LC നിലയത്തിലെ